ഞാൻ നിങ്ങളോട് പറയുന്നത് ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല. ഞാൻ നിങ്ങളോട് ഇന്നു വരെ പ്രസംഗിച്ചത് അടിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല. ഞാൻ അങ്ങനെ ഒരു ദൈവത്തെ പുതിയ നിയമത്തിൽ എവിടെയും കണ്ടില്ല. ഓടിച്ചിട്ട് തല്ലുന്നൊരു ദൈവത്തെ ഞാൻ എവിടെയും കണ്ടില്ല. ഒരു താളിലും ഒരു ലൈനിലും കണ്ടില്ല. ഓടിച്ചിട്ട് അടിക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടില്ല. പക്ഷെ ഞാനൊരു ദൈവത്തെ കണ്ടു. ആ ദൈവം ഇങ്ങനെയാണ്. ആ ദൈവത്തിൻ്റെ ക്യാരക്ടർ, സ്വഭാവം, എല്ലാ കുറവുകളോടും കൂടെ എന്നെ ചേർത്ത് നിർത്തുന്നൊരു ദൈവം. ആമേൻ. ഇങ്ങനെയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? ഇന്നും ജീവിക്കുന്ന ദൈവമേ, ജീവിക്കുന്ന ദൈവമേ, സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, ഇന്ന് എന്നിൽ ഇടപെടണമേ. ഇന്ന് എന്നിൽ ഇടപെടണമേ. ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകണമേ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വചനത്തിലൂടെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വചനത്താൽ എന്നെ രക്ഷിക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളുടെ ആവശ്യങ്ങളെ വിശ്വാസത്തിൽ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക. നാം എത്ര പാപികളാണെങ്കിലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ കുറവുകളോടും കൂടെ ദൈവം നമ്മെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ എല്ലാ കുറവുകളോടും കൂടെ ഈ ആലയത്തിൽ വന്ന് ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ചു എന്ന ഒറ്റ കാരണത്താൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ഇടവരട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അതും ഒത്തിരി യാത്ര ചെയ്ത് ത്യാഗം സഹിച്ച് എല്ലാം ഇവിടെ വന്നു, അതും ദൈവവചനം കേൾക്കുന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ. ഇപ്പോൾ ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ദൈവമേ, അങ്ങയുടെ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്തു തുടങ്ങണമേ. ഈ വചനം കേൾക്കുന്ന സമയം മുതൽ അങ്ങയുടെ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിച്ചു തുടങ്ങണമേ. ദൈവപ്രവർത്തികൾ ഇവിടെ സംഭവിച്ചു തുടങ്ങണമേ. രോഗസൗഖ്യങ്ങൾ സംഭവിച്ചു തുടങ്ങണമേ. അത്ഭുത വിടുതലുകൾ സംഭവിച്ചു തുടങ്ങണമേ. സംഭവിച്ചു തുടങ്ങണമേ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായി നടന്ന കാലത്തും നീ എന്നെ സ്നേഹിച്ചല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്കാൻ എടുത്താൽ കൈക്കല തുണിയേക്കാൾ കറയും കരിവും ചുളിവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാം കുറവുകളുള്ള മനുഷ്യരാണ്. നമ്മളെല്ലാം ബലഹീനരാണ്. ഞാനും നിങ്ങളും നിസ്സാരരാണ്. നമ്മളിൽ ഒന്നിലധികം കുറവുകളുണ്ട്. നമ്മളിൽ ഒന്നിലധികം ബലഹീനതകളുണ്ട്. നമ്മിൽ ഒന്നിലധികം കുറവുകളും പാപങ്ങളുമുണ്ട്. കർത്താവേ, ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കൂട്ടം പ്രതിസന്ധികളുടെ ഒത്ത നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഈ 4 ലൈൻ മാത്രം ഒന്ന് പാടുവാണ്. പാപിയായിരുന്നോരു കാലത്തും പിന്നെയോ അഭക്തനായൊരു നാളിലും ഒന്നെല്ലാവരും പാടി. പാപിയായിരുന്നോരു കാലത്തും അഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ
എന്നെ സ്നേഹിച്ചല്ലോ, നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ, ഇത്ര മാനിപ്പാ യേശുവേ. യോഗ്യമല്ല ഇതു പ്രാപിപ്പാ, ഇതു കൃപയതാ യേശുവേ. യോഗ്യമല്ല ഇതു പ്രാപിപ്പാ, ഇതു കൃപയതാ യേശുവേ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഒത്തിരി ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അടുത്തു നിന്നും വിദൂരങ്ങളിൽ നിന്നും എല്ലാം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ദൂരെ നിന്നും ആളുകൾ ഇവിടെ വരാനുള്ള ഒരു കാരണം ഇവിടെ പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രത്യേകതയോ പാടുന്ന ആളുടെ പ്രത്യേകതയോ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായോണ്ടാണ് ഈ ആലയത്തിൽ വരാൻ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രചോദനമുണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ 4:20 നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിച്ചതാണ്. ഇപ്പോൾ സമയം 11:20. ഈ സമയം വരെ എല്ലാവരും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലുമാണ്. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ, ദൈവവചനം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങളിൽ ഇന്ന് സംഭവിക്കണം. ദൈവവചനത്തിലൂടെയുള്ള അത്ഭുതങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ സംഭവിക്കണം. വചനത്തിലെ അത്ഭുതങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാൻ എഴുതിയിട്ട എൻ്റെ നിയോഗത്തിൽ, ആവശ്യത്തിൽ, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ പാസ്പോർട്ടിൽ വചനത്തിലൂടെ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കണം. സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ച കണ്ട ഒരു കാര്യമാണ്, ദൈവവചനത്തിലൂടെ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ എല്ലാ ദിവസവും വചനം പറയുന്ന ഒരു സ്ഥലമാണിത്. എല്ലാ ദിവസവും ഞാൻ വിചാരിച്ചു ഇവിടെ ആളുകൾക്ക് വെള്ളിയാഴ്ചകളിൽ വരാനായിരിക്കും ഇഷ്ടമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കിന്ന് കുറേ ആളുകളുടെ അഭിപ്രായം ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച തനിയെ വരാൻ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് വ്യാഴാഴ്ച കൂടി അവിടെ വന്ന് അവിടെ താമസിച്ച് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതൊരുപാട് പേർ ഈ നാളുകളിൽ എന്നോട് വ്യക്തിപരമായി പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തരണം, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച വരാൻ പറ്റും, പക്ഷെ വ്യാഴാഴ്ച കൂടി വന്ന് ആ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെയും ഒത്തിരി അനുഗ്രഹങ്ങൾ കണ്ടു. ഇവിടെ 400ഓളം പേരിവിടെ താമസിക്കുന്നുണ്ട്. ഒരു വ്യാഴാഴ്ച ദിവസം 350-ലേറെ ആളുകൾ. പക്ഷെ ഇവിടെ ഒരു 10 പേര് താമസിക്കുന്നതിൻ്റെ ഒച്ചയോ ബഹളമോ വർത്താനോ ഒന്നുമില്ല. എല്ലാവരും ആ ഒരു പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ 6-7 വർഷങ്ങൾക്ക് മുമ്പ്, 5 കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ അടിച്ചു വാരുന്ന, ക്ലീൻ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ആളുകൾ ധ്യാനത്തിന് വരുമ്പോൾ മദ്യക്കുപ്പിയുമായിട്ട് ഇവിടെയൊക്കെ ചില മുറികളിലും മദ്യക്കുപ്പി കിട്ടും. അല്ലെങ്കിൽ അവിടെയെല്ലാം ഈ പറമ്പിൻ്റെ സൈഡിലെല്ലാം ആളുകൾ കുടിച്ചെറിയുന്ന മദ്യക്കുപ്പികളൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പുരുഷന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ബീഡിയുടെ, സിഗരറ്റിൻ്റെ കവറുകൾ, ബീഡിക്കുറ്റി, ഇതെല്ലാം കാണും. ഇതെല്ലാം അടിച്ചു വാരി അവിടെ കുഴി കൊണ്ടുപോയിടും. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന ആളുകൾ ഇതെല്ലാം കൂട്ടി വയ്ക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തി പറയുവാണ്, ഇവിടെ ഇങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ,
ഇവിടെ ഒന്നും ഇങ്ങനെ ബീഡി വലിച്ചിട്ട് ബീഡിയുടെ കുറ്റിയോ സിഗരറ്റിൻ്റെ കുറച്ച് സോപ്പിൻ്റെ കൂടിൻ്റെ കവറും ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ചെറിയ കവറും ബ്രഷിൻ്റെ കവറൊക്കെ അല്ലാതെ ഞാനും ഇത് പറഞ്ഞ് കുറച്ച് നാളുകളായി ആരും ഇവിടെ വന്ന് ബീഡി വലിക്കുന്നതോ സിഗരറ്റ് വലിക്കുക അതിൻ്റെ കുറ്റി അവിടെ ഇടുന്നതോ മദ്യം കുടിച്ച് കുപ്പി ആ ഏലത്തിനകത്ത് ഇടുന്നതോ ഇവിടെ ഒന്നും ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് ആരും ഒന്നും ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഓടി നടക്കുന്ന നിങ്ങൾ നിശബ്ദരാകുന്നത്? എന്തുകൊണ്ടാണ് മദ്യം ഇവിടെ വന്ന് കഴിക്കാത്തത്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യാത്തത്? ഈ സ്ഥലത്ത് സാധാരണ ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ അവർ പറയും, അല്ലെങ്കിൽ ഉത്തരവാദിത്തോട്ട് പറയും, നിങ്ങളുടെ കയ്യിൽ ബീഡിയോ സിഗരറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഇവിടെ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിലിടുക. ഇവിടെ ആരും മദ്യപിക്കരുത്, ബീഡി വലിക്കരുത്, ഇത് ദൈവികമായ സ്ഥലമാണെന്നൊക്കെ ഒരു പ്രസംഗം, ഒരു 10-15 ഇൻഫർമേഷനൊക്കെ കാണും. ഞാനത് മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ദൈവികമായ നിയന്ത്രണമുണ്ട്. ഞങ്ങൾ വലിയ കഴിവുള്ളവരാരുമില്ല. വേറൊരു ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകരായ ഒരാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലെല്ലാം ഇതിലെ നടന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുറേ ശുശ്രൂഷകളച്ചോ അവർക്ക് തന്നെ അറിയില്ല അവരെന്നാ ചെയ്യുന്നതെന്ന്. ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, എല്ലാവരും ഭയങ്കര തിരക്കാ, പക്ഷെ കാര്യം ഒന്നുമില്ല. അച്ഛൻ എല്ലാവരെയും ഓരോരുത്തരെ ഏൽപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം പറയുകയാണ്, ഇവിടെ ശുശ്രൂഷകർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, പലർക്കും അറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്, പക്ഷെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാം ഭംഗിയായിട്ട്. അതായത് ഈ വചനം സത്യമാണ്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ കാതും സദാ ജാഗരൂകതയോടെ ഇരിക്കും. അതെനിക്ക് അനുഭവമായിട്ടുണ്ട്. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നിയന്ത്രിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഇതിങ്ങനെ മനോഹരമായിട്ട് പോകുന്നത്. ഞങ്ങളാരും ഇവിടെ നിർദ്ദേശിച്ചത് കൊണ്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവിടെ ഇതൊന്നും അധികം നിർദ്ദേശങ്ങളൊന്നും നിങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഇത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അർത്ഥം ഒരു പ്രശ്നങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ പോകാൻ കാരണം ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണം, ദൈവം ഏറ്റെടുത്തൊരു സ്ഥലമാണിത്. ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കാരുണ്യമുള്ള ഒരു സ്ഥലമാണിത്. ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നൊരു സ്ഥലമാണിത്. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും അതിന് കാരണമാണ്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ പ്രാർത്ഥന മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സ്നേഹവും. ഈ ആലയത്തെ സ്വന്തം വീട് പോലെ കാണുന്ന ഒത്തിരി മനുഷ്യർ ഇവിടെ ഉണ്ട്. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, ഇത് നിങ്ങളുടെ വീടാന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് അവരുടെ വീട് പോലെയാണിത്. അവരുടെ വീട് പോലെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പം എന്തെന്നില്ലാത്തൊരാശ്വാസം, എന്തെന്നില്ലാത്തൊരു സന്തോഷം. ദൈവം ജീവിതത്തിൽ വരുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിലൂടെ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പറയാമോ? ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഒരുപാട് പേർ ആഗ്രഹിച്ചു വന്നൊരു സ്ഥലത്ത് ഇന്നേ ദിവസം ഒരു ദൈവവചനം ആദ്യം ഒരു ആമുഖം പോലെ ഒന്ന് പറയട്ടെ. സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 1-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ? ഏറ്റവും പുറകിലുള്ളവർ, താഴെ നിൽക്കുന്നവർ, വരാന്തയിൽ നിൽക്കുന്നവർ, മുമ്പിലെ നിലത്തിരിക്കുന്നവർ, കസേരകളിരിക്കുന്നവർ ഈ വചനം കേട്ടെ. സങ്കീർത്തനം 40-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ, ദൈവത്തെ ഞാൻ കാത്തിരിക്കുകയാണ്. ക്ഷമാപൂർവം. നിങ്ങളെ കാണുമ്പോൾ ഈ വചനം എനിക്ക് ഓർമ്മ വരും. ഇന്ന് ഇതിനകത്ത് ഈ ഹാളിൽ, ഈ വചന ഹാളിൽ ബുധനാഴ്ച തൊട്ട് സീറ്റ് ബുക്ക് ചെയ്ത് വച്ചിരിക്കുക. ബുധനാഴ്ച തൊട്ട് വ്യാഴാഴ്ച രാവിലെ ഈ ഷട്ടർ തുറക്കുന്നത് 5 മണിക്കാണ്. 5 മണിക്ക് മുമ്പ് 70ഓളം ആൾക്കാർ ഈ ഷട്ടറിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. 12 മണിക്കും 1 മണിക്കും മുകളിലെ പ്ലാവിൻ്റെ ചോട്ടിൽ വാഹനം നിർത്തി അതിൽ തന്നെ കിടന്നുറങ്ങി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. ഇന്നത്തെ കാര്യമല്ല പറയുന്നത്.
ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. എനിക്കിവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരെയും കാണുമ്പോൾ ഓർക്കുന്നത് ഈ വചനമാണ്. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ ദൈവത്തെ കാത്തിരിക്കുന്നു. നിങ്ങളും അങ്ങനെയല്ലേ? ഇടുക്കിയിൽ നിന്നും കാസർഗോഡ് നിന്നും ഈ ദേശത്തു നിന്നും പല ദേശത്തു നിന്നും ഇവിടെ വന്നത്, നിങ്ങൾ ക്ഷമാപൂർവം ഇവിടെ വന്നത് ദൈവത്തെ അന്വേഷിച്ചാണ്. ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം 5 കാര്യങ്ങൾ ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കും. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ ദൈവം 5 കാര്യങ്ങൾ ദൈവം ചെയ്യും. നമ്മൾ ഒരു കാര്യം ചെയ്താൽ ദൈവം 5 കാര്യം ചെയ്യും. താഴെ എഴുതിയിട്ടുണ്ട് 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, അവിടുന്ന് ചെവി ചായിച്ച് എന്റെ നിലവിളി കേട്ടു. അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ പ്രാർത്ഥനയുടെ നിലവിളി കേൾക്കും. ആരുടെ? ഞാൻ ക്ഷമാപൂർവം ദൈവത്തെ കാത്തിരിക്കുക. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ഞാൻ ദൈവത്തെ കാത്തിരുന്നു. ഞാൻ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ക്ഷമാപൂർവം പിറുപിറുക്കാതെ, ദേഷ്യപ്പെടാതെ, ബഹളം വയ്ക്കാതെ, ഒച്ച വയ്ക്കാതെ ദൈവത്തെ കാത്തിരുന്നു. ഒന്നാമത് ദൈവം ചെയ്തു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. എൻ്റെ പ്രാർത്ഥനയുടെ ആ ശബ്ദം ദൈവം കേട്ടു. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന സ്ഥലമായി ഇത് മാറുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥനയുടെ നിലവിളി കേൾക്കുന്ന സ്ഥലമായി ഇത് മാറുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥനയുടെ നിലവിളി കേൾക്കുന്ന സമയമാണ്. ഒരു കാര്യം ചെയ്തപ്പോൾ ദൈവം ചെയ്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഭീകരമായ ഗർത്തത്തിൽ നിന്നും. മനസ്സിലായില്ല? എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ? ഒരു കുഴിയിൽ നിന്നല്ല, ഭീകരമായ ഗർത്തം. അതെന്തായിരിക്കും? നമുക്കറിയാം, ചില ആഴമുള്ള കുഴി കാണുമ്പോൾ, വലിയ ആഴമുള്ള കിണറൊക്കെ കാണും, നമ്മുടെ ഉള്ളിലൊരു പേടി വരും. അയ്യോ, ഇത് ഭയങ്കര ഭീകരമായൊരു കുഴിയാണല്ലോ, ഇതെന്തോ വലിയ കിണറാണ്, ഇതെന്തോ വലിയ ആഴമാണ്, കണ്ടാൽ പേടിയാകും. നമ്മുടെ ഉള്ളിലൊരു നോക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നും. അതാണ് ഭീകരമായ ഗർത്തം. നിങ്ങളുടെ വായിച്ച, ഭീകരമായ ഗർത്തത്തിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. ഇതാണ് രണ്ടാമത്തെ കാര്യം ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന ചില കുടുംബം ഭീകരമായ ഗർത്തത്തിലാണ്, കുഴഞ്ഞ ചെളിക്കകത്താണ്, കയറാൻ പറ്റുന്നില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എല്ലാവരും കേട്ടെ, ചില സമയത്ത് നമുക്ക് തനിയെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. പറ്റുമോ? നമുക്ക് ദൈവത്തിൻ്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. പറയും, ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കും, ഞാൻ രക്ഷപ്പെടും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കാകത്തില്ല ഭീകരമായ ഗർത്തത്തിൽ നിന്ന് കയറാൻ. ചില കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറി വരാൻ ആഗ്രഹിച്ചാലും പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ ദൈവത്തെയാണോ നമ്മൾ കാത്തിരിക്കുന്നത്? ഇന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബവുമായിരിക്കുന്നത് ഭീകരമായ ഒരു കുഴിയിലാണേലും, ഭീകരമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കും കാണുന്നവർക്കെല്ലാം പേടി തോന്നത്തക്ക വിധം അത്രയും ആഴത്തിലാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ, ഭീകരമായ ഗർത്തത്തിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും, കുഴഞ്ഞു മറിഞ്ഞ ചെളിയിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. അവിടുന്ന് എന്നെ, അവസാനത്തെ വാക്ക് ഉറക്കെന്ന് വായിച്ചേ, കരകയറ്റി. അവിടുന്ന് എന്നെ കരയ്ക്കു പിടിച്ചു കയറ്റിയെന്ന്. അവിടുന്ന് എന്നെ കര കയറ്റി. ഹല്ലേലൂയ. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഞാൻ ദൈവത്തെ കാത്തിരുന്നപ്പോഴാണ്. നിങ്ങളും ദൈവത്തെ കാത്തിരിക്കുമ്പോൾ ഇത് ഇന്നും സംഭവിക്കും. ഇന്നും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. എത്ര പേരുടെ ജീവിതങ്ങളെയാ ദൈവം പ്രാർത്ഥിച്ചതിലൂടെ, വചനം കേട്ട് വിശ്വസിച്ചതിലൂടെ അവരുടെ ജീവിതങ്ങളെ കരകയറ്റിയത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലർ ഒരുപാട് സങ്കടങ്ങളുടെ കുഴിയിലാണ്, സാമ്പത്തിക തകർച്ചയുടെ ഭീകര ഗർത്തത്തിലാണ്. മക്കളുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ രീതി, പോക്ക്, പ്രത്യേകത എല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞ ചെളിയെ നിൽക്കുന്ന പോലെയാണ്. വിശ്വസിച്ചേ, ഈ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എന്നെ കരകയറ്റു എൻ്റെ ദൈവം. വിശ്വസിച്ചതെന്ന് ഉള്ളിൽ പറഞ്ഞ്, ഈ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ കരകയറ്റും. ഈ വചനത്തിൽ എഴുതി വച്ചത് എൻ്റെ അനുഭവമായി മാറും. ഈ വചനത്തിൽ ദാവീദ് പറഞ്ഞത് എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവമായി അത് മാറും. അത് മാറും. ഒന്നും കൂടെ വായിക്കുവാണ്.
ഭീകരമായ ഞാൻ ക്ഷമാപൂർവം. ഒന്ന് ഞാനത് പറയുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറയാമോ? ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അതുകൊണ്ടുള്ള ഗുണം എഴുതിയിരിക്കുകയാണ്. അവിടുന്ന് ചെവി ചായിച്ച് എന്റെ നിലവിളി കേട്ടു, എന്റെ പ്രാർത്ഥന കേട്ടു. എവിടെ നിന്നാ നിന്റെ പ്രാർത്ഥന കേട്ട് രക്ഷിച്ചത്? പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അവസ്ഥ വലിയ ഗർത്തത്തിലും ചെളിയിലുമായിരുന്നു. പക്ഷെ ദൈവം എന്നെ കൈക്ക് പിടിച്ച് കര കയറ്റി. വായിച്ചത് ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കര കയറ്റി. ഇപ്പൊ എത്ര കാര്യം കേട്ടു? ദൈവത്തെ ഒരാൾ കാത്തിരുന്നപ്പോൾ 3 കാര്യങ്ങൾ സംഭവിച്ചു. 5 കാര്യമാണ് സംഭവിച്ചത്. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ സംഭവിച്ചത് എൻ്റെ പ്രാർത്ഥന കേട്ടു. 2 ഭീകരമായ ഗർത്തത്തിൽ നിന്ന് എന്നെ കരകയറ്റി. 3 കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കരകയറ്റി. 3 തരത്തിൽ തകർന്നിരുന്ന വ്യക്തിയെ ദൈവം കൈ പിടിച്ചു കയറ്റി. അടുത്ത വാക്യം, 4-ാമത്തെ കാര്യം, എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു. ശ്രദ്ധിച്ചു കേട്ട്, എവിടെയേലും ഉറപ്പിച്ചു എന്നല്ല, നിന്റെ പാദം ഇനി ഒരിക്കലും വീഴാത്ത വിധം, ഇനി തകർന്നു പോകാത്ത വിധം ഒരു പാറയിൽ ഉറപ്പിച്ചു. നോഹിന്റെ പെട്ടകത്തെ ദൈവം എവിടെ ഉറപ്പിച്ചത്? അറാറത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു. പ്രാർത്ഥിക്കുന്ന നിന്നെ വീഴാത്ത വിധം, തകർന്നു പോകാത്ത വിധം ദൈവം ഉറപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. കുറെ ആളുകൾ നമ്മളെ പിടിച്ചു നിർത്തുമ്പോഴല്ല നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. ദൈവം നമ്മളെ ഉറപ്പിച്ചു നിർത്തുമ്പോഴാണ് നമുക്ക് ആ ബലം കിട്ടുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജീവിതത്തെ ദൈവം ഒരു പാറമേൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഈ വാക്യം വായിക്കുമ്പോഴേ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ബൈബിൾ വായിക്കുന്ന സനൂപിനത് പിടികിട്ടുമായിരിക്കും. ഒരു പ്രാവശ്യം ഞാൻ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേട്ടിട്ടുണ്ട്, വിമർശനം കിട്ടിയിട്ടുണ്ട്. മനസ്സങ്ങ് ചേമ്പന്താള് പോലെ വാടിപ്പോയിട്ടുണ്ട്. ഇനി ഒരു പ്രാർത്ഥനയും വേണ്ട, ഒരു ധ്യാനവും വേണ്ട, ഈ പ്രസംഗവും വേണ്ട, ഇതൊക്കെ വെറുതെയാണെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മനുഷ്യൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചെടുത്ത് തന്ന സന്ദേശം ഇങ്ങനെയാണ്. ദൈവം എന്നെ നോക്കിയാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് പറഞ്ഞത്, മറ്റൊരാൾ എറിഞ്ഞാൽ പോലും കൊള്ളാത്ത വിധം ഒരു പാറമേൽ, അല്ല, ഒരു ഉയർന്ന പാറമേൽ നിന്നെ നിർത്തുന്നതായി ഒരു സന്ദേശം ദൈവം തരുന്നു. ഓർക്കുന്നുണ്ടോ? ആരാ പറഞ്ഞത്? ദുബായിൽ നിന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യനാണത് പറഞ്ഞത്. അന്ന് ഞാൻ വളരെ സംഘർഷത്തിലാണ്, വളരെ പരീക്ഷണ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളെ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവം നിന്നെ ഉറച്ച പാറമേല കയറ്റി നിർത്താൻ പദ്ധതിയിട്ടിരിക്കുന്നത്. എവിടെ നമ്മൾ പറയില്ല, എവിടെയെങ്കിലും പോയി നിൽക്കുക, എന്തേലുമൊക്കെ ചെയ്യ്, തൽക്കാലം എവിടെയെങ്കിലും നിൽക്കുക. അല്ല, നോഹിൻ്റെ പെട്ടകത്തെ ദൈവം ഉറപ്പിച്ചത് എവിടെയെങ്കിലുമൊക്കെ ഒരു മരത്തെ കെട്ടിയിട്ട് ഉറപ്പിക്കുമല്ല ചെയ്തേ, അറാറത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു എന്നാണ്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ശരിയായില്ല, ഇല്ല, അവരെ ഉറപ്പിക്കേണ്ടിടത്ത് ദൈവം അവരെ സുരക്ഷിതമായി ഉറപ്പിച്ചു നിർത്തും. പാറയിൽ നിർത്തിയാലുള്ള പ്രത്യേകത ചെളി നിൽക്കുന്ന പോലെയല്ല, തെന്നി വീഴത്തില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, ഉരുണ്ട് കളിക്കുന്ന പാറയിലല്ല നിർത്തിയത്, പിന്നെയോ ഉറച്ച പാറമേൽ നിർത്തി. ആണോ? വായിച്ചേ, അവിടുന്ന് എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു. ഒരു സിമെന്റ് ഒക്കെ ഇട്ട്, ഒരു കമ്പി ഇട്ട് ഉറപ്പിക്കുന്ന പോലെ ഉറപ്പിച്ചു എന്ന്. നിന്നെ സാമ്പത്തികമായി, വചനം കേൾക്കുന്നു, നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ച് ഉറപ്പിക്കും. പാസ്പോർട്ടുമായി വന്ന് പ്രാർത്ഥിക്കുന്നവർ ഓർക്കും, ഇതൊക്കെ ഇനി ശരിയാകുമോ, ഇനി എങ്ങനെ ശരിയാകാനാ? അതിലൊരു മാർഗം, ഒരു അനുഗ്രഹം അതിന്മേൽ വന്ന് നിന്നെ എത്തേണ്ടിടത്ത്, നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് എത്തിച്ച് അവിടെ നിന്നെ ഉറപ്പിച്ചു നിർത്തും. അനേകരെ രക്ഷിക്കാൻ പാകത്തിന് നിന്നെ ഉറപ്പിച്ചു നിർത്തും. വേറൊരാളെ കൂടി കൈക്ക് പിടിച്ചു കയറ്റിക്കൊണ്ടുവരാൻ കഴിയത്തക്ക വിധം നിന്നെ, നിന്റെ കുടുംബത്തെ ഉറപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ. 4 കാര്യമാണ് ദൈവം ചെയ്തത്. ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ. ദൈവമേ, ഞാൻ ക്ഷമയോടെ ഞാൻ ദൈവത്തെ കാത്തിരുന്നു. ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ.
പൈസ മുടക്കിയെന്ന് കേട്ടിട്ടില്ല, അവിടെ അത് പണിത് കൊടുത്തു, ദശാംശം കൊടുത്തു, സ്തോത്രക്കാഴ്ച ഇട്ടു, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ക്ഷമാപൂർവം എൻ്റെ ദൈവത്തെ ഞാൻ കാത്തിരുന്നു. ഞാൻ കൊട്ടപ്പിടി പൈസയും കൊടുത്തില്ല, ഒരു സ്തോത്രക്കാഴ്ച ഇട്ടില്ല, അതിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ദശാംശം കൊടുത്തവനെ ഉറപ്പിച്ചു എന്നല്ല, സ്തോത്രക്കാഴ്ച ഇട്ടവനെ ഉറപ്പിച്ചു എന്നല്ല, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നവനെ ഉറപ്പിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഞാനതിൽ വിശ്വസിക്കുന്നയാളാണ്. നമ്മൾ ദൈവത്തെ കാത്തിരുന്നാൽ നമ്മളെ ദൈവം എവിടെയും തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല, ഉറപ്പിച്ചു നിർത്തും. അടുത്ത അഞ്ചാമത്തെ കാര്യം, എൻ്റെ കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. എൻ്റെ പിന്നീടുള്ള എൻ്റെ കാൽവയ്പ്പുകളെ, കാൽച്ചുവടുകളെ സുരക്ഷിതമാക്കി, തകർന്നു പോകാത്ത വിധം സുരക്ഷിതമാക്കി. ഒറ്റ കാര്യം ചെയ്താൽ 5 കാര്യം ദൈവം ചെയ്യും. അതെനിക്ക് വേണ്ടിയും ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ദീർഘദൂരം യാത്ര ചെയ്ത് ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുക, ദൈവത്തെ കാത്തിരുന്ന് ഈ വചനത്തെ പ്രതീക്ഷിച്ച ഇവിടെ ഇരുന്നത്. അല്ലെങ്കിൽ ആരെക്കൊണ്ട് പറ്റും ഇങ്ങനെ നിലത്തിരിക്കാൻ, ഇത്രയും സമയം ഇരിക്കാൻ, ഇത്രയും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? നിങ്ങൾ ദൈവത്തെയാണ് കാത്തിരി. 5 കാര്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ടു. 2, ഭീകരമായ ഗർത്തത്തിൽ നിന്ന് രക്ഷിച്ചു. 3, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ രക്ഷിച്ചു. 4, എൻ്റെ പാദങ്ങളെ പാറയിൽ ഉറപ്പിച്ചു. 5, എൻ്റെ കാൽവെപ്പുകളെ സുരക്ഷിതമാക്കി. എന്നെ കാൽ ചുവടുകളെ ദൈവം സുരക്ഷിതമാക്കി. ഹല്ലേലൂയ. ഈ 5 കാര്യങ്ങളെ വെച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഒരു നിമിഷം ഈ വചനത്തിലൂടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചില അനുഗ്രഹം ഉണ്ടാകട്ടെ. എനിക്ക് ഇത്രയും വയസ്സായല്ലോ, എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായില്ലല്ലോ, എൻ്റെ സാമ്പത്തിക പ്രശ്നമൊന്നും മാറുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ടിരിക്കുന്നവരോട് പറയാം, എവിടെയേലും എന്തേലും ഒക്കെ ചെയ്തല്ല ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോകുന്നത്. ഒരു ഉറപ്പുള്ള ഒരു പാറമേൽ തന്നെ, അതായത് താന്നു പോകാത്ത വിധം, വീണു പോകാത്ത വിധം, ഉരുണ്ടു പോകാത്ത വിധം ഉറപ്പിച്ചു. ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹം തന്ന് ഉറപ്പിക്കുന്ന സമയമാണ്. ദൈവം നിനക്കൊരു വിടുതൽ നൽകി ഉറപ്പിക്കുന്ന സമയമാണ്. ദൈവം ഒരു പുതിയ വഴി തുറന്ന് നിന്റെ ജീവിതത്തെ കുറെ കൂടി ഉറപ്പിക്കുന്നതാണ്. ഉറപ്പിക്കുന്ന ഒരു ദൈവം, എൻ്റെ കാൽ ചുവടുകളെ സുരക്ഷിതമാക്കുന്ന ദൈവം, എവിടെയും തകർന്നു പോകാത്ത വിധം എൻ്റെ കാൽ ചുവടുകളെ സുരക്ഷിതമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. 2 കരങ്ങളെയും ഒന്ന് ഉയർത്തി ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ കാൽ ചുവടുകളെ സുരക്ഷിതമാക്കുന്നതിന് നന്ദി, എൻ്റെ ജീവിതത്തെ ഉറപ്പിക്കുന്നതിന് നന്ദി. ദൈവത്തെ ക്ഷമാപൂർവം കാത്തിരുന്നാൽ ഈ 5 അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കാൻ ഇടയാകണമേ. ഈ 5 അനുഗ്രഹങ്ങൾ ഈ ജനത്തിന് ലഭിക്കാൻ ഇടയാകണമേ. ഈ 5 അനുഗ്രഹങ്ങൾ ഈ ദേശത്തുള്ളവർക്ക് ലഭിക്കാൻ ഇടയാകണമേ. ഈ 5 അനുഗ്രഹങ്ങൾ ഇവിടെയുള്ള ഓരോ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് 5 മിനിറ്റ് കൊണ്ട് പറയാനുള്ളതേ ഉള്ളൂ, 10 മിനിറ്റ് പറയാനുള്ളത് ഇല്ല. പക്ഷെ എന്നാൽ ഇത് ഭയങ്കര അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു ബിസിനസ്സുകാരനായി നന്നായിട്ട് അതിൽ ഉറയ്ക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് നല്ലൊരു രാജ്യത്ത് പോയി അവിടെ ഒന്ന് സെറ്റിൽഡാണോന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി പേരുടെ ആഗ്രഹമാണ് എനിക്ക് ഓരോ രാജ്യങ്ങളിൽ പോകാൻ, അവിടെ ഉറച്ചു നിൽക്കാൻ. എത്ര മാതാപിതാക്കളാണ് ഇന്ന് എന്നോട് പറഞ്ഞത്, എൻ്റെ കൊച്ചിൻ്റെ രാജ്യത്താണ്, വിസ കിട്ടുമോയെന്നറിയില്ല, വിസ പുതുക്കി കിട്ടുമോയെന്നറിയില്ല, PR കിട്ടുമോയെന്നറിയില്ല, തിരിച്ചു വരുമോയെന്ന് പേടിയുണ്ട്, ലക്ഷങ്ങൾ മുടക്കിയാണ് പോയത്. ആ വിഷയത്തെ നോക്കിയിട്ട് പറ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്നെ ഒരു ഉറപ്പുള്ളൊരു പാറമേൽ നിർത്തുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന സ്ഥലത്ത്, ആ രാജ്യത്ത്, ആ ജോലിയിൽ, ആ ബിസിനസ്സിൽ, ആ വിദ്യാഭ്യാസത്തിൽ ഉറപ്പിക്കും. നിന്റെ കാൽ ചുവടുകളെ ദൈവം സുരക്ഷിതമാക്കും. ഇങ്ങനെ ഒരു ദൈവം ഉണ്ട് നമുക്ക്. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ് നിങ്ങളോടിന്ന് പ്രാർത്ഥനയോടെ അല്പനേരം ഇതിനോട് ചേർന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ വാക്യം ഞാൻ ഡെയിലി ബ്ലെസ്സിങ്ങിൽ 1-2 ദിവസം മുമ്പ് പറഞ്ഞു. ദൈവം ആരാണ്? ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകാറില്ല ഫാദർ. ഞാൻ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ പള്ളിയിൽ പോകാത്തത്? എനിക്ക് നിങ്ങളെപ്പോലെയുള്ളവർ പ്രസംഗിക്കുന്ന, ശിക്ഷിക്കുന്ന ദൈവത്തെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ പോകാറില്ല.
വേറൊരാൾ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി ആ പ്രസംഗം കേട്ടപ്പോഴേ ഞാൻ വേഗം വണ്ടിയെ കയറി ഞാൻ വീട്ടിൽ പോയി. ഞാൻ ആ പ്രാർത്ഥന പൂർത്തിയാക്കാൻ നിന്നില്ല. ഞാൻ പള്ളിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ വേഗം പോയി. എനിക്ക് ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച്, വിധിക്കുന്ന, ശിക്ഷിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ദൈവത്തെ എനിക്കെന്തോ ഭയമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രസംഗങ്ങൾ കേൾക്കാറില്ല. അയാൾക്ക് പേടിയാണെന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നത് ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല. ഞാൻ നിങ്ങളോട് ഇന്നു വരെ പ്രസംഗിച്ചത് അടിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല. ഞാൻ അങ്ങനെ ഒരു ദൈവത്തെ പുതിയ നിയമത്തിൽ എവിടെയും കണ്ടില്ല. ഓടിച്ചിട്ട് തല്ലുന്നൊരു ദൈവത്തെ ഞാൻ എവിടെയും കണ്ടില്ല. ഒരു താളിലും ഒരു ലൈനിലും കണ്ടില്ല. ഓടിച്ചിട്ട് അടിക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടില്ല. പക്ഷെ ഞാനൊരു ദൈവത്തെ കണ്ടു. ആ ദൈവം ഇങ്ങനെയാണ്. ആ ദൈവത്തിൻ്റെ ക്യാരക്ടർ, സ്വഭാവം, എല്ലാ കുറവുകളോടും കൂടെ എന്നെ ചേർത്ത് നിർത്തുന്നൊരു ദൈവം. സത്യം പറഞ്ഞാൽ ഒരാൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു MRI സ്കാൻ എടുത്താൽ അത് കൈക്കല തുണിയേക്കാൾ കഷ്ടമായിരിക്കും. മുഴുവൻ അഴുക്കായിരിക്കും, മുഴുവൻ കുറവായിരിക്കും. ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളും ആലോചിച്ച കാര്യങ്ങളെല്ലാം ഫുൾ അഴുക്കാണ്. പക്ഷേ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. എല്ലാ കുറവുകളോടും കൂടെ എന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ കൂട്ടിപ്പിടിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനത്തെ, ആ ദൈവത്തെ ഒന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വചനത്തിലൂടെ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം ഒന്നെടുക്കുകയാണ്. 8-ാമത്തെ അധ്യായം. നിങ്ങൾക്കത്, ഈ വചനം നിങ്ങളെ സ്വാധീനിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. ഹെഡിങ് ഒരു പ്രത്യേക ഹെഡിങ്ങാണ്. നമ്മൾ ഒരു കുടുംബചരിത്രം എഴുതിയാൽ പോലും ഇങ്ങനത്തെ ഒരു കാര്യം എഴുതത്തില്ല. എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചേ? പിടിക്കപ്പെട്ട വ്യഭിചാരിണി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കും. അത് ഹെഡിങ്ങാണത്. എന്നാൽ അക്ഷരം ചെറുതായിട്ടെങ്കിലും എഴുതണ്ടേ? ഈ ബൈബിളിൽ പിടിക്കപ്പെട്ട വ്യഭിചാരിണെന്ന് വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ഇതൊരു നല്ല പുസ്തകമല്ല. ഇതൊക്കെ എഴുതാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇതിനകത്ത് എഴുതേണ്ടത്? പിടിക്കപ്പെട്ട വ്യഭിചാരിണി, പുള്ളിക്കാരത്തിയൊന്നും ഇത് എഴുതാൻ പാടില്ല. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മളൊരു പുസ്തകം എഴുതിയാൽ എഴുതുമോ? ഇല്ല, ബോധപൂർവം അത് മാറ്റിക്കളയും. പക്ഷേ ഈ പുസ്തകത്തിൽ ഹെഡിങ് എഴുതിയിരിക്കുവാണ്. വലിയ, സാധാരണയേക്കാൾ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് പിടിക്കപ്പെട്ട വ്യഭിചാരിണി. രൂപക്കൂട്ടിലിരിക്കുന്ന വിശുദ്ധൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. പിടിക്കപ്പെട്ട, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. ഒരു പാരഗ്രാഫ്, 11 വാക്യങ്ങൾ ഒരാളെക്കുറിച്ച്. ഒന്നിനും കൊള്ളാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മോശ സ്ത്രീ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആള്. അങ്ങനെ ഒരാളോട് നമ്മൾ മിണ്ടിയാൽ നമ്മളോട് അറിയുന്നവരോട് പറയും, അവരോടൊന്നും മിണ്ടരുത് കേട്ടോ എന്ന്. നിങ്ങൾ ഇങ്ങനെയുള്ളവരോടൊക്കെയാണോ മിണ്ടുന്നേ? നിങ്ങളെക്കുറിച്ച് നാട്ടിൽ നല്ല വർത്തമാനം അല്ല കേട്ടോ. നിങ്ങൾ അധികം അടുക്കണ്ട കേട്ടോ, നാണക്കേടാണ്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടോ, ഒരു പാരഗ്രാഫ്. പിടിക്കപ്പെട്ട വ്യഭിചാരിണി. എന്താ വായിച്ചേ? യേശു ഒലിവുമലയിലേക്ക് പോയി. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. അതിരാവിലെ. ദൈവവചനം നമ്മളെല്ലാ ദിവസവും കേൾക്കുന്നത് അതിരാവിലെ 5:30-ക്കാണ്. അതിരാവിലെയാണ്. നമ്മളെപ്പോലെ തന്നെ യേശുവും അന്നത്തെ കാലത്ത് എപ്പോഴാ ദേവാലയത്തിൽ പോയത്? അതിരാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആമേൻ. അതിരാവിലെ ദേവാലയത്തിലേക്ക് ചെന്നു. ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി. 1-2 പേരല്ല, ഒരു കൂട്ടം ആളുകൾ ദേവാലയത്തിൽ വന്നു. ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ആളുകൾ ഒരുമിച്ച് കൂടും. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. എന്തിനാ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത്?
ഇവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത്? നല്ലൊരു മുറി നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണോ വന്നത്? അല്ല, നിങ്ങൾ വന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ട്, നിങ്ങളത് വിശ്വസിച്ചത് കൊണ്ടും അനുഭവിച്ചത് കൊണ്ടുമാ നിങ്ങൾ ഈ മണ്ണിൽ ചവിട്ടി ഇവിടെ കയറി വന്നത്. യേശു ആ ദേവാലയത്തിൽ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ആ പള്ളിക്കകത്ത് വന്നു. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. യേശു ഒരു കസേരയിൽ ഇരുന്ന്, ഞാനിപ്പോൾ നിന്നോണ്ടാ പ്രസംഗിക്കുന്നത്, യേശു ഒരു കസേരയിൽ ഇരുന്ന് ആ പള്ളിക്കകത്ത് വന്ന ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു, ഒരു വചനം പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു പള്ളിക്കകത്തൊരു സാഹചര്യം വരുമ്പോൾ മൂന്നാമത്തെ വാക്യം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഏത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരാളെ, ഒരു പേപ്പട്ടിയെ എന്ന പോലെ നാട്ടുകാർ ഓടിച്ചു. ചിന്തിക്കാൻ പറ്റുമോ? ആ വ്യക്തിയുടെ മനോനില ചിന്തിക്കാൻ പറ്റുമോ? ആ വ്യക്തി അന്ന് അനുഭവിച്ച സംഘർഷം, ഒറ്റപ്പെടൽ, നാണക്കേട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരു സ്ത്രീയെ, ഒരു പേപ്പട്ടിയെ ഓടിക്കുന്ന പോലെ ഓടിച്ച് ദേവാലയത്തിൽ കയറ്റി ആളുകൾ. നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരാളെ ഓടിച്ച് ടൗണിലേക്കോ പള്ളിയിലേക്കോ ഓടിച്ച് കയറ്റി, ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ ഓടിച്ച് കയറ്റിയാലുള്ള നമ്മുടെ മനസ്സ് തകർന്ന് തരിപ്പണമായി പോകും. അത്രയും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മൾ ചിന്തിക്കും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി പോയി മരിക്കുന്നതല്ല, എങ്ങനെ എത്രയും പെട്ടെന്ന് മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങും. അത്രയും തകർന്ന ഒരു വ്യക്തിയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും വലിയ പുള്ളികളാണ്, ആ നാട്ടിലെ വലിയ പുള്ളികളാണ് കൊണ്ടുവന്നത്. ആ നാട്ടിലെ വലിയ മാന്യന്മാർ, ആ നാട്ടിലെ വലിയ കൊമ്പത്തെ പുള്ളികൾ എഴുതിയിട്ടുണ്ട്. നിയമജ്ഞരും ഫരിസേയരും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പട്ടിയെ എന്ന പോലെ ഒരു സ്ത്രീയെ ഓടിച്ച് പള്ളിക്കകത്ത് കയറ്റി നടുക്ക് നിർത്തി. ഇപ്പം എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയെയാണ്. നടുക്ക് നിർത്തി. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ വെറും കൊള്ളാത്ത സ്ത്രീയാണ്, അഴുക്ക് പിടിച്ചയാളാണ്, കൊള്ളാത്തയാളാണ്, മോശം പിടിച്ചയാളാണ്. ഇവളെ ഇപ്പം തന്നെ കൊല്ലണം, കല്ലെറിഞ്ഞ് അങ്ങോട്ട് മാറ്റി കൊല്ലണം. ഇതാണ് മോശയുടെ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വായിച്ചേ. ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ നാളത്തേക്ക് വെക്കാൻ പറ്റില്ല, ഇന്ന് തന്നെ എറിഞ്ഞു കൊല്ലണം. എന്താ നിന്റെ അഭിപ്രായം? ഇത് കേട്ടപ്പോൾ യേശു നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. വിരലുകൊണ്ട് എന്തോ എഴുതി തന്നെന്ന് അറിയത്തില്ല, പക്ഷെ എന്തോ എഴുതിക്കൊണ്ടിരുന്നു എന്നാ എഴുതിക്കൊണ്ടിരുന്നു. 7-ാമത്തെ വാക്യം, അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു. 8-ാമത്തെ വാക്യം വായിച്ചേ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ച് 9-ാമത്തെ വാക്യം കേട്ടുകൊള്ളുക. എന്നാൽ ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവരൊക്കെ എറിഞ്ഞോ, എന്നാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത വാക്യമാണ്, അപ്പൊ എല്ലാവരുടെ കയ്യിലും എന്തുണ്ടായിരുന്നു? കല്ല്. എല്ലാവരും ശ്രദ്ധിച്ചേ, ഒരാളെ കൊല്ലാൻ കല്ലുമായിട്ടാണ് വന്നേ. ഇന്നും മനുഷ്യരുടെ കയ്യിൽ എറിയാനുള്ള കല്ലുകളുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പം ചാടി എറിയും. നിങ്ങൾക്കൊരു വിഷമം വരുമ്പം അവർ കല്ലെടുത്താണ് നിൽക്കുന്നത്. വാക്കുകൊണ്ട് എറിയും, മെസ്സേജ് ഇട്ടും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തും എറിയലായിരിക്കും. എറിയാൻ തുടങ്ങിയാൽ പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോലെ എറിയും. ചിലർ പറയില്ല, ഞങ്ങൾ എങ്ങനെയും ഇവിടെ നിന്ന് വിറ്റുപോയാൽ മതി, ഞങ്ങൾ അത്രയും നാണം കെട്ട് പോയി. ഒരുപാട് ഏറ് കിട്ടിയ മനുഷ്യരുണ്ട്, നാണം കെട്ട മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കുകയാണ്. 9-ാമത്തെ വാക്യം, ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒരാൾ ദൈവസന്നിധിയിലാണോ വന്നു നിൽക്കുന്നത്, അവന്റെ പ്രശ്നങ്ങൾ ഓരോന്നായി മാറാൻ തുടങ്ങും. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഒരാൾ ഈ സ്ത്രീ എന്തായാലും വന്ന് നിൽക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിന്നേ പിന്നെ പ്രശ്നങ്ങൾ ഓരോന്ന് കൂടിയെന്നല്ല, ഓരോന്നോരോന്നും മാറാൻ തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിലൂടെ, വചനം കേട്ടതിലൂടെ, ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ, ഈ ഉച്ച സമയം വരെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി കൂടുമെന്നല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങും. അങ്ങനെ ഒരു വാക്കുണ്ട്. ആ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ നിന്ന ഒറ്റ കാരണം കൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നായി മാറാൻ തുടങ്ങി. നിങ്ങളത് വിശ്വസിക്കുന്നോ? പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നായി കുറയുവോ ഓരോന്നായി കൂടുവോ? നിങ്ങൾ വിശ്വസിച്ച് ഇവിടുന്ന് പറഞ്ഞ്, ഈ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിച്ചു വചനം കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറും, എൻ്റെ പ്രതിസന്ധികൾ ഓരോന്നോരോന്നായി മാറും, എൻ്റെ കഷ്ടപ്പാടുകൾ ഓരോന്നോരോന്നായി മാറും, എൻ്റെ കണ്ണുനീരുകൾ ഓരോന്നോരോന്നായി മാറും, എന്നെ വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇവിടെ ഒരു കാര്യം ഒരാൾ എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓർത്തു, ഈ സ്ത്രീക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ മാറാനുള്ള കാരണം എന്നാ? ആ സ്ത്രീ യേശുവിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു എന്ന ഒറ്റ കാരണമാണ് ആ പ്രശ്നങ്ങൾ ഓരോന്ന് മാറാൻ തുടങ്ങിയത്. വേറൊന്നും അതിനകത്ത് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ നന്ദി പറയേണ്ടത് ആർക്കാ? യേശുവിനല്ല നന്ദി പറയേണ്ടത്. ഈ എറിയാൻ കല്ലുകളുമായി വന്ന കുറേ ആളുകളുണ്ട്, അവരെ ഓർത്താ നന്ദി പറയേണ്ടത്. ചില പ്രശ്നങ്ങളാണ് നമ്മളെ ദൈവസന്നിധിയിൽ എത്തിച്ചത്. നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിച്ചത് എന്നതാ? ചില സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും, ചില പ്രതിസന്ധികളായിരിക്കും, ചില ഒറ്റപ്പെടലായിരിക്കും. എല്ലാം കൂടെ നിങ്ങളെ ഇന്ന് കറങ്ങി തിരിച്ച് ദൈവസന്നിധിയിലൊന്ന് എത്തിച്ചത്. നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിച്ചതിനെ ഓർത്ത് നന്ദി പറ. എന്തായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഒന്നായിക്കോട്ടെ, എന്തായാലും ചെന്നു നിൽക്കുന്നത് ദൈവസന്നിധിയിലല്ലേ. ഉറപ്പാടോ നിന്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി കൂടാൻ പോവല്ല, പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറി മാറി പോകാൻ തുടങ്ങും. ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, വേദനകൾ നൽകിയതിന് നന്ദി, അങ്ങനെ ഒരു പാട്ടില്ലേ, എല്ലാ കുരിശുകൾക്കും നന്ദി, അങ്ങനെ ഒരു പാട്ട് അങ്ങനെ ഒരു പാട്ടില്ലേ. ഇത് ശ്രദ്ധിക്കണം. എറിയാൻ വന്നവർ കൊല്ലാനാ കൊണ്ടുവന്നേ, പക്ഷെ എന്തായാലും ഗുണമായത് ഇപ്പോൾ ആർക്കാ? ആ സ്ത്രീക്ക് അത് വിടുതലിന് കാരണമായി. ആ വ്യക്തിക്കൊരു രണ്ടാം ജന്മം കിട്ടിയ സ്ഥലമാണത്. നിങ്ങൾക്കും ഈ അനുഗ്രഹം എന്ന് പറയുന്ന ആലയം ഒരു ജീവിതം ലഭിച്ച സ്ഥലമാകട്ടെ, ഒരനുഗ്രഹം ലഭിച്ച സ്ഥലമായി മാറട്ടെ, ഒരു രക്ഷ ലഭിച്ച, അനുഗ്രഹം കിട്ടിയ, ഒരു നന്മ ലഭിച്ച ഇടമായി ഇത് മാറട്ടെ. എന്തുവാകട്ടെ, ഇവിടം വരെ എത്തിച്ചത് എന്തുവാകട്ടെ. നിങ്ങൾ പറയും, എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയാ, എൻ്റെ പിള്ളേരങ്ങനെയാ, സാമ്പത്തികം അങ്ങനെയാ, എൻ്റെ അയൽക്കാരിങ്ങനെയാ, ദേശക്കാരിങ്ങനെ, സാരമില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് ചെന്ന് നിൽക്കുന്നത് ദൈവസന്നിധിയിലല്ലേ. എന്തോ ഒരു നന്മയ്ക്കാണ്, എന്തോ ഒരു അനുഗ്രഹത്തിന് അത് കാരണമായത്. ഹല്ലേലൂയ. എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചു നിർത്തിയത് കുറേ സങ്കടങ്ങളാണ്, കുറേ വിഷമങ്ങളാണ്. കുറേ പേര് കല്ലെറിഞ്ഞു, കുറേ പേര് ചിരിച്ചു, കുറേ പേര് പരിഹസിച്ചു. എന്തൊക്കെ ആയാലും എന്നെ അതെല്ലാം പതുക്കെ കൊണ്ടു വന്നെത്തിച്ചത് ദൈവസന്നിധിയിലാണ്. ദൈവസന്നിധിയിൽ എത്തിയ പിന്നെ ഈ സ്ത്രീ പറഞ്ഞോ, ഇവിടെ വരണ്ടായിരുന്നു, ഇവിടെ വന്ന് വെറുതെയായി. ഇവിടെ ഈ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ പോലും പറയില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് വെറുതെയായി പോയി, ഇവിടെ വന്ന് ആരാധിച്ചത് വെറുതെയായി പോയി, ഈ വചനം കേട്ടത് വെറുതെയായി പോയെന്ന് ഒരു കുഞ്ഞു പോലും പറയാൻ ഇടവരുകയില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് വെറുതെയാകില്ല. ഈ പാട്ടുകൾ പാടിയപ്പോൾ കൂടെ പാടിയത് വെറുതെയാകില്ല. ഞാൻ കരം ഉയർത്തി ആരാധിച്ചത് വെറുതെയാകില്ല. ഞാൻ ദൂരദേശത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ കയറി വന്നത് വെറുതെയാകില്ല. എന്നെ ദൈവം അനുഗ്രഹിക്കാൻ അത് കാരണമാകും. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്ന് നിന്നു എന്ന ഒറ്റ കാരണത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ സ്ത്രീ പറഞ്ഞോ, ഗുരു അങ്ങ് ഈ ജനത്തോട് പറ, എന്നെ കൊല്ലല്ലെന്ന് പറ, എനിക്ക് ജീവിക്കണം. ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല, അവിടെ നിന്നതേ ഉള്ളൂ.
നിങ്ങൾക്ക് എല്ലാവരെ പോലെയൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നിങ്ങൾ എല്ലാവരെ പോലെയും പ്രാർത്ഥിക്കുകയും വേണ്ട. ഒരാൾ പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ പോലെ കരമുയർത്തുന്നത് ഇഷ്ടമല്ല. വേണ്ട, കരമുയർത്തണ്ട. എനിക്ക് നിങ്ങളെപ്പോലെ ഈ അലറിക്കാറിയൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ല. വേണ്ട, നിനക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന, എനിക്ക് മനസ്സിൽ പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അയ്യോ, എനിക്ക് ആ പുള്ളിയെ പോലെ വലിയ പാട്ട് പാടാനൊന്നും അറിയില്ല. വേണ്ടത് ഉള്ള പോലെ പാടിയാൽ മതി. എനിക്ക് ഇത്രയും കരം ഉയർത്താനേ ഇഷ്ടമുള്ളൂ, മതി. എനിക്ക് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെ ചെയ്താൽ മതിയെന്നേ. ഇന്ന പോലെ ചെയ്യണമെന്നൊന്നുമില്ല. ഈ സ്ത്രീ ഒന്നും പ്രാർത്ഥിച്ചില്ല, അവിടെ നിന്നതേ ഉള്ളൂ. ആ ഒരൊറ്റ കാരണത്താൽ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടം തോന്നിയെന്ന് വരില്ല. മടുപ്പ് തോന്നും, ക്ഷീണം വരും, വീട്ടിൽ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കും ചിലപ്പോൾ. വേണ്ട, ഇവിടെ വന്നു എന്ന, പ്രാർത്ഥന കേട്ടു എന്ന, വചനം കേട്ടു എന്ന ഒറ്റ കാരണത്താൽ, ആ നിയോഗം എഴുതിയിട്ടത് ദൈവം കണ്ടിട്ടുണ്ട്. ആ ഒറ്റ കാരണത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആ വാക്യം ഒന്നും കൂടെ വായിച്ചിട്ട് നമുക്ക് ആ പാട്ട് പാടാം. എന്നറിയാമോ? എന്നാൽ ഇത് യേശുവിനെ കേട്ടപ്പോൾ, പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോ മുതിർന്നവർ തുടങ്ങി, വലിയ പുള്ളികൾ തുടങ്ങി, ഓരോരുത്തർ സ്ഥലം വിട്ടു. അവർ എഴുതിയിരിക്കുന്ന അങ്ങനെയാ, ഓരോരുത്തർ വിട്ടുപോയി. നിങ്ങൾ വിശ്വസിക്കുക. ഒരാളിനോട് ഇന്ന് പറഞ്ഞേ, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കാണ് കേട്ടോന്ന്. സത്യമാണ്, ഇത് ഒരാളുടെ അനുഭവമല്ല, പലരുടെയും അനുഭവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നോ? ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറി വരും. എന്നിട്ട് ആ സ്ഥാനത്ത് ഞാൻ ഓരോ പടി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഓരോ ദിവസവും ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് കണ്ണുകളെ അടച്ച് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കുക. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേവലം ഒരു പാട്ട് മാത്രമല്ല, ഇതൊരു അനുഭവമാണ്. പാപിനിയായ സ്ത്രീയോട് യേശു ചോദിച്ചോ, എവിടുന്നാ വരുന്നേ? എന്ത് കാര്യമാ നീ ചെയ്തു കൂട്ടുന്നേ? നീ തലമറന്ന് എണ്ണ നേക്കല്ല്, പുകഞ്ഞ കൊള്ളി പുറത്ത്, നീയൊന്നും ഇവിടെ കയറാൻ പാടില്ല, ദേവാലയത്തിൽ നിന്ന് പുറത്ത് മുറ്റത്ത് പോയി നിൽക്ക്. നീ പള്ളി വരുന്ന ആളാണോ? നീ സ്തോത്രക്കാഴ്ച ഇട്ടിട്ടുണ്ടോ? നീ ദശാംശമൊക്കെ കൊടുക്കുന്നുണ്ടോ? നീ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വൃത്തി വെടുപ്പായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. എന്തായാലും ആ സ്ത്രീ ആ അഴുക്കുള്ള, കുറവുള്ള, ബലഹീനതകളുള്ള, വീണുപോയ, ചെളിയിൽ താന്നുപോയ, പാതാളത്തോളം താഴ്ത്തപ്പെട്ട ആ സ്ത്രീ ഒരക്ഷരം പ്രാർത്ഥിച്ചതായി കാണുന്നില്ല, ഒരക്ഷരം പറഞ്ഞതായി കാണുന്നില്ല. യേശുവിൻ്റെ മുമ്പിൽ നിന്നു. ആ ഒരൊറ്റ കാരണത്താൽ സഹോദര, സഹോദരി, പ്രിയപ്പെട്ട കുഞ്ഞെ, പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, പാടാൻ കഴിഞ്ഞില്ല, സ്തോത്രക്കാഴ്ച ഇടാൻ പറ്റിയില്ല, എനിക്ക് പിരിവ് കൊടുക്കാൻ പറ്റിയില്ല, ദശാംശം ഞാൻ കൊടുത്തില്ല, സാരമില്ലെന്നേ. നീ ദൈവസന്നിധിയിൽ വന്നു നിന്നോ. ദൈവത്തിന്റെ വചനം ഒരു മിനിറ്റ് വെറുതെ ഒന്ന് കേട്ടോ. ആ ഒരൊറ്റ കാരണത്താൽ അനുഗ്രഹിക്കുക. ഇതെന്റെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നു, കുറവുകളുള്ളവരെ അകറ്റി നിർത്തുന്നവനല്ല ദൈവം. കൈക്കല തുണി പോലെ കറയും ചുളിവും കരിയും അഴുക്കും പറ്റിയാൽ പോലും ദൈവം നിന്നെ കുറവുകളോടുകൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്വഭാവത്തെ ഈ 8-ാം അധ്യായത്തിൽ കാണാം. കുറവുകളുള്ള എന്നെ, കുറവുകളുള്ള എൻ്റെ വീടിനെ, കുറവുകളുള്ള എൻ്റെ സ്വഭാവത്തെ, കഴിവും കഴിവുകേടും അറിയുന്ന ദൈവം ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത് കാണാൻ പറ്റും. കണ്ണുകളെ അടച്ച് നിന്നെ ചിലർ പറയില്ലേ, എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ കേൾക്കും. ഞാൻ അങ്ങനെ വിശ്വാസമൊന്നുമില്ല, ഞാനൊരു പാപിയാണ്. അല്ല കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയായിരിക്കും ആദ്യം ദൈവം കേൾക്കുക. ആദ്യം വചനം കേൾക്കുന്ന നിന്റെ പ്രാർത്ഥനയാ ദൈവം ആദ്യം കേൾക്കുക. എൻ്റെ പ്രാർത്ഥന ദൈവം ഇന്ന് ആദ്യം കേൾക്കും. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് എൻ്റെ പ്രാർത്ഥനയായിരിക്കും ആദ്യം കേൾക്കുന്നത്. ഇന്ന് എൻ്റെ കാര്യത്തിലായിരിക്കും ദൈവം ആദ്യം വിടുതലുകൾ നൽകുന്നത്. ചേർന്ന് പാടിക്കേ. എല്ലാ തോൽവികൾക്കും നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നന്ദി, നിന്റെ
ഇടയായി. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. പറഞ്ഞേ, താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. പറഞ്ഞേ, ഉയർച്ചയിലും പിന്നെയോ താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. പറഞ്ഞേ, നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ശബ്ദമുയർത്തി പറയുന്നു, നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ശബ്ദമുയർത്തി പറയാമോ? നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ആമേൻ. ആമേൻ. പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പാട്ട് പാടി ഇത് പല പ്രാവശ്യം പാടാൻ തോന്നുന്ന പാട്ടാണ്. ഇവിടെ നന്ദി പറയേണ്ടത് ആർക്കാണെന്നറിയാമോ? കല്ലുമായി വന്നവരെയാണ്. അവരാണ് ഇപ്പോൾ ഈ വ്യക്തിയെ യേശുവിൻ്റെ അടുത്ത് എത്തിച്ചത്. ആമേൻ. നമ്മളെ പല വിമർശിക്കുന്നവരും കളിയാക്കുന്നവരുമാണ് നമ്മളെ ദൈവസന്നിധിയിലൊന്ന് എത്തിക്കുന്നത്. ആമേൻ. ആമേൻ. പ്രശ്നങ്ങൾ ഓരോന്നായി കൂടി എന്നാണോ കുറഞ്ഞു എന്നാണോ? വലിയവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു എന്നാണ്. എല്ലാം വിട്ടുപോയി. അതിനവിടെ ഒരു വിടുതൽ പ്രാർത്ഥനയൊന്നും നടന്നില്ലല്ലോ വിട്ടുപോകാൻ. നീ ദൈവസന്നിധിയിലൊന്ന് നിന്നാ മതി. ആമേൻ. അത് തന്നെ ഒരു വിടുതലിൻ്റെ കാരണമാണ്. വചനം ഒന്ന് കേട്ടാൽ മതി, അത് മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് തന്നെ ഒരൊറ്റ കാരണത്താൽ വിടുതലുകൾ സംഭവിക്കാൻ തുടങ്ങും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം, യേശു നിവർന്ന് അവളോട് ചോദിച്ചു. അപ്പൊ യേശു നേരത്തെ ഇങ്ങനെ കുനിഞ്ഞ് നിലത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവരെവിടെ? എന്നിട്ട് ചോദിച്ചിനെ വിട്ടിരിക്കുവാണ്. ഇങ്ങനെ എഴുതിയിരിക്കുവാണ്. ഒന്നും അറിയാത്ത പോലെ യേശു ചോദിച്ചു, സ്ത്രീയെ, അവരെവിടെ? അവർ എവിടെ? അവർ എന്തിയെ? ഒന്നിനെയും കാണാനില്ലല്ലോ. ശ്രദ്ധിച്ചോ? നീ രക്ഷപ്പെടിയേലെന്ന് പറഞ്ഞവർ എവിടെ? ആമേൻ. നിനക്കൊരു കഴകത്തുമില്ല, നിനക്ക് ബുദ്ധിയില്ല, നീ ഒന്ന് രക്ഷപ്പെടിയേലെന്ന് പറഞ്ഞവർ ഇന്നെവിടെ? ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ എങ്ങനെ നടക്കാനാ എന്ന് പറഞ്ഞവർ ഇന്നെവിടെ? യേശു ചോദിച്ചു, ഇപ്പം മോശയുടെ നിയമത്തിൽ കൊല്ലണമെന്നൊക്കെ ഉണ്ടായിരുന്ന നിയമമാണെന്നും പറഞ്ഞ് വലിയ പ്രസംഗം പറഞ്ഞവരെ എവിടെ? ഒന്നും കാണാൻ എല്ലാവരും പോയോ? ഇത് നിങ്ങൾക്കും എനിക്കും പറയാൻ പറ്റും. നമ്മൾ അവരും ഇവരും പറഞ്ഞതും കേട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുക. ചിലർ പറഞ്ഞു, നിനക്ക് ആയുസ് കുറവാണ്, നിനക്ക് ആയുസിൽ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്ക് 50 വയസ്സ് വരെയുള്ളതേ കാണുന്നുള്ളൂ, അതിനുശേഷം എനിക്ക് ഇതിൻ്റെ ജീവിതത്തെ കാണാൻ പറ്റുന്നില്ല. അയാൾക്ക് 50 വയസ്സും കഴിഞ്ഞ് 60 വയസ്സാകാറായി. പറഞ്ഞ ജോത്സ്യൻ എവിടെ? പറഞ്ഞ ദർശനക്കാരൻ എവിടെ?
നിനക്ക് ആയുസ് അധികമില്ലെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി നിന്നെ തകർക്കാൻ മന്ത്രം ചെയ്തവരെവിടെ? നിന്നെ തകർക്കാൻ ഏഷണി പറഞ്ഞവരെവിടെ? നിന്നെക്കുറിച്ച് നാടുനീളെ ഇല്ലാവചനം പറഞ്ഞവരെവിടെ? നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി പല അപഖ്യാതികളും പറഞ്ഞ് പിടിപ്പിച്ചവർ എവിടെ? ഒന്നിനെയും കാണാനില്ലല്ലോ. സ്ത്രീയോട് യേശു ചോദിച്ചു, അവരെന്തിയേ? ദൈവസന്നിധിയിലാണോ നിൽക്കുന്നത്? നിന്നെ തകർക്കുമെന്ന വിഷയം, തകർക്കാൻ ഒരുങ്ങി ഉയർന്നു നിൽക്കുന്ന വിഷയങ്ങളെ നാളെ നോക്കുമ്പോൾ കാണാനുണ്ടാവില്ല. അവിടെ അന്തരീക്ഷത്തിലെ കോട പോലെ, മഞ്ഞ് പോലെ അതൊരുങ്ങി മണ്ണോട് ചേരും. ഹല്ലേലൂയ. യേശു ചോദിച്ചു, അല്ല നീ പേടിച്ച കാര്യങ്ങളൊക്കെ എവിടെ? ഇപ്പൊ കൊല്ലൂന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ കൊല്ലൂന്നാ പറഞ്ഞേ. ആളുകളുടെ കൈ കല്ലുണ്ട്. എന്തിയേ? നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ട് ഭയപ്പെടരുത്. യേശു ആ സ്ത്രീയോട് ചോദിച്ചു, അവർ എവിടെ? നീ ആ രാജ്യത്ത് പോകത്തില്ല, നിന്റെ വിസ റിജക്റ്റായി പോകത്തേ ഉള്ളൂ, നിനക്ക് PR കിട്ടത്തില്ല. ആ പറഞ്ഞവർ എവിടെ എന്ന് നാളെ ചോദിക്കാനിട വരും. അവരെവിടെ? ഒന്നിനെയും കാണാനില്ല. അപ്പോൾ അടുത്ത വാക്യം, ആരും നിന്നെ വിധിച്ചില്ലേ? ഇതൊരു വലിയ വാക്കാണ്. ആരും നിന്നെ വിധിച്ചില്ലേ? മനുഷ്യൻ നമ്മളെ വിധിക്കും, പള്ളിക്കാർ നമ്മളെ വിധിക്കും, പള്ളിയിൽ അച്ഛൻ ചിലപ്പോൾ നമ്മളെ വിധിക്കും. ഒരാൾ അച്ഛനോട് ചോദിച്ചു, അച്ഛോ എൻ്റെ വീട്ടിൽ മാത്രം വീട് സന്ദർശനം വന്നില്ലല്ലോ, അടുത്ത പ്രാവശ്യം വരാം, അടുത്ത മാസം വരാം എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നീട് ആ വീട്ടുകാരറിഞ്ഞു, ആരോ ചെന്ന് അച്ഛനോട് പറഞ്ഞു, ആ വീട്ടുകാർ വളരെ മോശമാണ്, അച്ഛൻ അവരുടെ വീട്ടിൽ പോകണ്ട. മനുഷ്യൻ വിധിക്കും, പള്ളിക്കാർ വിധിക്കും, പള്ളി കമ്മിറ്റിക്കാർ വിധിക്കും, ധ്യാനകേന്ദ്രം വിധിക്കും, ശുശ്രൂഷകർ വിധിക്കും, ധ്യാനഗുരു അച്ഛൻ വിധിക്കും, പക്ഷെ ദൈവം വിധിക്കത്തില്ല. യേശു ചോദിച്ചു, നിന്നെ ആരും വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. എന്നെ വിധിക്കാത്തൊരു ദൈവമുണ്ട്. പല കാരണങ്ങളാൽ നമ്മളെ വിധിച്ചു കളയും മനുഷ്യൻ. ജഡ്ജിയുടെ റോളായിരിക്കും പലർക്കുമുള്ളത്. വേഗം വിധിച്ചു കളയും, വിധിക്കും. ആരെയും വിധിക്കരുത്. നമ്മുടെ ദൈവം നമ്മളെ വിധിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ്, കുറവുകളോടെ ചേർത്ത് നിർത്തുന്നവനാണ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. യേശു ചോദിച്ചു, ആര് നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാവരുടെ കയ്യിലും എന്തുണ്ടായിരുന്നു? കല്ലുണ്ടായിരുന്നു. ശരിക്കും എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്, അവർ കല്ല് നിലത്തിട്ട് അവർ പോയി. എന്തിനാ ഈ കല്ലെടുത്തത്? ഉന്നം നോക്കി എറിയാനാ എടുത്തത്. ഉന്നം നോക്കി എറിയാനാ. എന്താ എറിയാഞ്ഞേ? ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച്, ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഈ വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇത്രയും പേരുടെ കയ്യിൽ വലിയ ഉരുളക്കല്ലൊക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണം ആ സ്ത്രീയുടെ മേത്തു വീഴാൻ ആ യേശു സമ്മതിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മുമ്പിലാണോ നീ നിൽക്കുന്നത്? ഒരു കല്ലും നിന്റെ മേത്തു വീഴില്ല. കല്ലെടുത്ത് പിടിച്ചവരും എറിയാൻ ഉന്നം പിടിച്ചവരും എല്ലാം ഉണ്ട് നാലു വശത്തും. പക്ഷെ നിന്റെ മേത്ത് ഒരു കല്ല് പോലും വീഴുകയില്ല. നിനക്കൊരു പരിക്ക് പോലും പറ്റാതെ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെ ദൈവം ഇതുപോലെ സൂക്ഷിക്കും. ഹല്ലേലൂയ. എന്നോട് ഒരാൾ സങ്കടം വന്ന് പറഞ്ഞു, അച്ഛൻ എൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ ഇച്ചിരി ബുദ്ധി വളർച്ചയില്ലാത്തൊരു കൊച്ചുണ്ട്. അതുകൊണ്ട് എൻ്റെ അയൽവാസികളൊക്കെയും പറയുന്നത് ആ പൊട്ടം കൊച്ചുള്ള വീടെന്നാണ്. ആ പൊട്ടം കൊച്ചുള്ള വീട്ടിലേക്കാണോ നിങ്ങൾ പോകുന്നത്? ആ പൊട്ടം കൊച്ചിൻ്റെ വീട്ടിലെ മൂത്ത കൊച്ചിനാണോ നിങ്ങൾ കല്യാണം പറയുന്നത്? ആളുകൾ എറിയുന്നു, ആളുകൾ എറിയാൻ കല്ലുകൾ എടുക്കുന്നു. ഇവിടെ നോക്ക്, ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഇങ്ങനെ യേശു പറഞ്ഞോ, അല്ലേലും നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല, കുറച്ച് ഏറ് കൊള്ളുമ്പോൾ നീ പഠിച്ചോളും എന്ന് യേശു പറഞ്ഞില്ല. നമ്മളാണെ പറയും, കുറച്ച് ഏറ് കിട്ടട്ടെ പുള്ളിക്കാരത്തിക്കിട്ട്, പുള്ളിക്കാരത്തിക്ക് നല്ല നല്ല കുറച്ച് ഏറ് ആവശ്യമാണ്, കുറച്ച് കിട്ടട്ടെ, അപ്പോഴേ ഒതുങ്ങുള്ളൂ, ഇങ്ങനെയൊക്കെ പറയും. യേശു പറഞ്ഞു, യേശു അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞോ, നിങ്ങളൊരു 50 പേരങ്ങ് പോട്ടെ, ഒരു 3-4 പേര് എറിഞ്ഞോ, 4 കല്ല് എറിഞ്ഞോ, കുഴപ്പമില്ല, ഇച്ചിരി പഠിക്കട്ടെ, പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി ഒരു പാഠമാകട്ടെ, ഇത് ഇനി മേലാൽ ആവർത്തിക്കരുത്. നമ്മളാണ് എങ്ങനെയാണ് പറയുന്നത്? അവിടെ നിന്ന ഒരാൾ, വലിയ പുള്ളികൾ ഒരെണ്ണം ആ കല്ല് നിലത്തിടുക അല്ലാതെ ആ കല്ല് ആ വ്യക്തിയെ ഉന്നം വെച്ചെറിയാൻ പറ്റിയില്ല.
ഒരു കാര്യമുണ്ട്, ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നവനെ വേറൊരു വ്യക്തിക്ക് തോൽപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തോടൊപ്പം നിൽക്കുന്ന കുടുംബത്തെ മന്ത്രവാദം ചെയ്തോ, കൂടോത്രം ചെയ്തോ, ക്ഷുദ്രപ്രയോഗം ചെയ്തോ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എന്നാ കാരണമെന്ന് ചോദിച്ചാൽ, അവനെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവ സംരക്ഷണത്തിന്റെ ഒരു ഭിത്തി തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ഒരു കരമുയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാനാണ്. ഇതിങ്ങനെ പ്രസംഗിച്ച് കേട്ടു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 5 മിനിറ്റിനകം മറന്നുപോകും. അതുകൊണ്ടത് മറക്കാതിരിക്കാൻ സാധ്യമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാലൊക്കെ ഒന്ന് നേരെ നിവർത്ത് നിർത്താൻ പറ്റും. ക്ഷീണമൊക്കെ മാറും. നമ്മളൊന്ന് കണ്ണുകളെ അടച്ചേ. ഇതാരെയാ യേശു സംരക്ഷിച്ചേ? നാട്ടിലെ ഒരു വലിയ പുള്ളിനെയൊന്നുമല്ല, ആർക്കും വേണ്ടാത്ത ഒരാൾക്ക് പോലും ഇത്രയും ദൈവിക സംരക്ഷണം. യേശുവിൻ്റെ അടുത്ത് വന്ന് നിന്നു എന്നൊറ്റ കാരണത്താൽ ഒരു കല്ല് വീഴാൻ സമ്മതിച്ചിട്ടില്ല. ഞാനത് വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിച്ച്. യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് ഒരു ദോഷവും വരാൻ, ആരെല്ലാം വിചാരിച്ചാലും, ശത്രു വിചാരിക്കും, നാട്ടുകാർ വിചാരിക്കും, അപ്പുറത്തെ ആൾക്കാർ വിചാരിക്കും, ദേഷ്യക്കാർ ചിന്തിക്കും, നീ തകർന്നായിരുന്നെങ്കിൽ, നശിച്ചായിരുന്നെങ്കിൽ, 10 ഏറ് കിട്ടിയായിരുന്നെങ്കിൽ, കുറച്ച് പരിക്ക് പറ്റിയായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരും കാണും. പക്ഷേ ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നവൻ്റെ ഗുണം കണ്ടോ? ദൈവസന്നദ്ധിയിൽ ഒന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ലല്ലോ, ചുമ്മാ വന്ന് നിന്നേൻ്റെ ഒരു ഗുണം കണ്ടോ? ഇവർ കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ? ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കരം ഉയർത്തി പ്രാർത്ഥിച്ചെന്നോ, കൈ കൂപ്പി പ്രാർത്ഥിച്ചെന്നോ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്നോ എന്നൊന്നും എഴുതിയിട്ടില്ല. ചുമ്മാ വന്ന് നിന്നു എന്ന് എഴുതിയിട്ടുള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. അങ്ങനെയെങ്കിൽ ഒരു പാട്ട് തന്നെ ഒന്ന് പാടാൻ പോവുക, കണ്ണുകളടച്ച്. മുമ്പേ നമ്മളിത് ഇപ്പോൾ നമ്മൾ ശുശ്രൂഷയ്ക്ക് ആദ്യം പാടിയ പാട്ടാണ്. എന്താ പാട്ട് പാടിയത്? അല്ലല്ല, ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് പാടി. നീ എന്നെ സ്നേഹിച്ചല്ലോ, പാപിയായിരുന്നിട്ടും. അതിൻ്റെ തുടക്കമാ. ഒന്ന് കണ്ണുകളടച്ച്. പാപിയായിരുന്നിട്ടും അഭക്തനായി നടന്നിട്ടും എന്തു കണ്ടു ഇത്ര. അതാണ് എന്തു കണ്ടു. ഞാനെന്ന ഈ പഴന്തുണിയെ, ഞാനെന്ന ഈ കൈക്കല തുണിയെ സ്നേഹിക്കാൻ യേശുവേ എന്നിൽ നീ എന്ത് കണ്ടു. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. ഞാൻ ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നയാളാണ്. സ്വഭാവത്തിൽ ശുദ്ധതയില്ലാത്തയാളാണ്. വ്യക്തിത്വത്തിൽ കുറവുകളുള്ളയാളാണ്. പെരുമാറ്റത്തിൽ കുറവുള്ളയാളാണ്. എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നുമില്ല, എനിക്ക് വലിയ ആഴമായ വിശുദ്ധിയൊന്നുമില്ല. എങ്കിലും ഒരു പഴന്തുണി കണക്ക് കറയും ചുളിവും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നിട്ടും കഴിവുകേടും ഒക്കെ അറിയുന്ന ദൈവം എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് എന്ത് കണ്ടു ഇത്ര സ്നേഹിപ്പാൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടെ, ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല പാടുന്നത്, രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പാടുന്നത്. ഇറങ്ങിപ്പോടാ പുറത്തുനിന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. ദേവാലയത്തിന്റെ നടുക്ക വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഒരു കല്ല് പോലും വീഴാതെ, ഒരു കല്ല് പോലും ആ വ്യക്തിയുടെ മേത്ത് വീഴാതെ ദൈവം സൂക്ഷിച്ചെങ്കിൽ ഇതിലെത്രയധികമായി ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കും. ഇതിലെത്രയധികമായി ദൈവം എന്നെയും നിങ്ങളെ സംരക്ഷിക്കും. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് അർത്ഥമറിഞ്ഞ്. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. പോരാ, ചേർന്ന് പാടിയേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. അതുകൊണ്ട് യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാതാൻ യേശുവേ. ഒന്ന് പാടിയേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാതാൻ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും പിന്നെ അഭക്തനായൊരു കാലത്തിലും ചേർന്ന് പാടിയേ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവി
വിളിച്ചു പറഞ്ഞേ, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ. അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, വിടുതലുകൾ സംഭവിക്കണമേ. ജീസസ്, കരങ്ങൾ താഴ്ത്തി. ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാൽ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാൽ യേശുവേ. ഒന്ന് കണ്ണുകളടച്ച്, ഒന്ന് കണ്ണുകളടച്ച്. ചെങ്കടലിൻ്റെ നടുക്കാണേലും അല്ല, ചെങ്കടലിൻ്റെ മുമ്പിലാണേലും ദൈവം നിനക്ക് വേണ്ടി കണ്ട ഒരു വഴി അതിനകത്തുണ്ട്. ചെങ്കടലിൻ്റെ മുമ്പിലാണേലും, ഇന്ന് ചെങ്കടലിൻ്റെ മുമ്പിലാണേലും ദൈവം നിനക്ക് വേണ്ടി കണ്ട ഒരു വഴി അതിനകത്തുണ്ട്. ആ പ്രശ്നത്തിൻ്റെ അകത്തെവിടെയോ ഉണ്ട്, പരാജയപ്പെടത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ച് ഈ കേട്ട വചനം. ദൈവം ആരാണ്? എൻ്റെ എല്ലാ കുറവുകളോടും കൂടെ എന്നെ ചേർത്തു നിർത്തുന്ന ദൈവമാണ്. എന്നെ വിധിക്കുന്ന ദൈവമല്ല. മനുഷ്യൻ നമ്മളെ വിധിക്കും, അയൽക്കാർ നമ്മളെ വിധിക്കും, പള്ളിക്കാർ നമ്മളെ വിധിക്കും, ദേശക്കാർ വിധിച്ചു കളയും, സുഹൃത്തുക്കൾ, ഒപ്പം നിന്നവർ, ശുശ്രൂഷ ചെയ്തവർ എല്ലാം കണ്ണും പൂട്ടി വിധിക്കും. അങ്ങനെ വരൂന്ന് എനിക്കറിയായിരുന്നു, എന്തെല്ലാം പറയുമെന്ന് മനസ്സാ വാചാ അറിയാത്ത കാര്യം പറയും. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കില്ല. എന്നെ ഒരിക്കലും വിധിക്കാത്തൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നു. 2, ആ സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ എവിടെ? അല്ല, ഇപ്പം കൊല്ലൂന്ന് പറഞ്ഞ് വന്നവർ എവിടെ? കാണാനില്ലല്ലോ. പ്രാർത്ഥിച്ച നിന്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങും. ഇന്ന് വചനം കേട്ട് വാഹനത്തിൽ കയറി വീടെത്തുമ്പോൾ വചനം കേട്ട നിങ്ങളുടെ കാൽപാദം നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് ആ വീടിൻ്റെ തിണ്ണയിൽ ചവിട്ടുമ്പോൾ ആ വീട് വെളിച്ചമുള്ളതായി മാറണം. ആ വീടിനകത്ത് ഈ കേട്ട വചനത്തിൻ്റെ അത്ഭുതം തെളിഞ്ഞു വരണം. വചനശക്തിയുടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടണം. വചനശക്തിയിലൂടെ അത്ഭുതങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടണം. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ആ സ്ത്രീ പറഞ്ഞു, വലിയവർ തുടങ്ങി, വലിയ കല്ലുമായി വന്നവർ, കല്ലും എടുത്ത് പെറുക്കി കവണയിലിട്ട് വന്നവർ സകലരും കല്ല് നിലത്തിട്ട് പോയി. നിന്റെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ വന്നു നിൽക്കുമ്പോൾ കൂടാനല്ല പോകുന്നത്, രോഗം വർദ്ധിക്കാനല്ല പോകുന്നത്, പ്രശ്നങ്ങൾ വർദ്ധിക്കാനല്ല പോകുന്നത്, തടസ്സങ്ങൾ കൂടാനല്ല പോകുന്നത്. ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങും. ഓരോന്നോരോന്നായി മാറും. ദൈവനാമത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായത് മാറും. ഓരോന്നോരോന്നായി മാറും. ഇനി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിർത്തുകയാണ്. ശ്രദ്ധിച്ചേ. ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ പ്രാർത്ഥിക്കുന്നതായി കണ്ടില്ലല്ലോ. മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടില്ല. കരമുയർത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടില്ല. അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് കണ്ടില്ല. പിന്നെയോ ഒന്നും പ്രാർത്ഥിച്ചില്ല. യേശുവിൻ്റെ സന്നദ്ധിയിൽ വന്ന് നിന്നു, അത്രേ ചെയ്തുള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എൻ്റെ അനുഗ്രഹമാണ് വന്നേ. ഇനി ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ, യുവതി യുവാക്കൾ, അവർ പറയും, എനിക്ക് ഈ പ്രാർത്ഥന ഇഷ്ടമല്ല, എൻ്റെ അപ്പം പറഞ്ഞുകൊണ്ട് വന്നതാ, അമ്മ പറഞ്ഞുകൊണ്ട് വന്നതാ, അതുകൊണ്ട് ഞാൻ വന്നതാ. സാരമില്ല, വന്നില്ലേ, അത് തന്നെ മതി. ഇനി ഇവിടെ കയറിയില്ല, താഴെ വന്നതേ ഉള്ളൂ, 10 മിനിറ്റ് വന്നേച്ച് പോയോ, സാരമില്ല, അത് മതി. ഇപ്പോൾ ഇവിടെ ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ വണ്ടിയുടെ ഏതെങ്കിലും വണ്ടിക്കകത്ത് വണ്ടി ഓണാക്കി അല്ലെങ്കിൽ പാട്ടും കേട്ടോണ്ടിരിക്കണോ? ഇല്ല, അവിടെ വന്ന് ഇരിപ്പുണ്ടല്ലോ, അത് മതി. ആ ഒറ്റ കാരണം കൊണ്ട്, ആ ഒറ്റ കാരണം കൊണ്ട്, പ്രാർത്ഥിച്ച ഒറ്റ കാരണം കൊണ്ട്, ആരാധിച്ച ഒറ്റ കാരണം കൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒറ്റ കാരണം കൊണ്ട് ഈ
പുസ്തകത്തെ വിശ്വസിച്ച ഒറ്റ കാരണം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഞാനും എൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ രോഗം സൗഖ്യമാകും. എനിക്കൊരു പുതിയ ജീവിതം ദൈവം തരും. എനിക്കൊരു പുതിയ വഴി ദൈവം തുറക്കും. എനിക്കൊരു പുതിയ മാർഗം ദൈവം കാണിച്ചു തരും. ഈ പാതാള കുഴിയിൽ നിന്ന് ദൈവം കൈക്ക് പിടിച്ച് കരകയറ്റും. ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാട്ടുണ്ട്: ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ. അങ്ങനെ ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവിന് പോലും അങ്ങനെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നിങ്ങളുടെ മക്കൾ പോലും അങ്ങനെ ഉൾക്കൊള്ളത്തില്ല. ആ അവസ്ഥയിൽ തള്ളിക്കളയും. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകതയാ, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ, നോ കണ്ടീഷൻ. പറഞ്ഞു പാടിയേ: യാതൊരു വ്യവസ്ഥകളും ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥ. അടുത്ത വാക്ക് ഗൗരവമുള്ളതാ: ഇല്ലാതെ ഒന്ന് പറഞ്ഞേ: ഇല്ലാതെ അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രത്യേകത, അതിരുകളില്ലാത്ത സ്നേഹം. പിന്നെയോ ദൈവസ്നേഹം, നിത്യസ്നേഹം. അടുത്ത ലൈൻ എന്നാന്നറിയാമോ? അടുത്ത ലൈൻ ഇങ്ങനെയാണ്: ദൈവത്തെ ഞാൻ മറന്നാലും ആ ദൈവം എന്നെ മറക്കില്ലെന്ന. ദൈവത്തെ ഞാൻ മറന്നാലും, ദൈവത്തിനെതിരെ ചിന്തിച്ചാലും ദൈവം എന്നെ മറക്കില്ല. അത് പാട്ട് പാടുവാണ്: ദൈവത്തെ ഞാൻ മറന്ന സാരമില്ല, ആ സ്നേഹത്തിൽ അങ്ങനെയൊക്കെ വന്നാലും ടെൻഷൻ വേണ്ട. ദൈവത്തെ ഞാൻ മറന്ന ആ സ്നേഹത്തിൽ യേശു എന്തു ചെയ്യും? അനുകമ്പാർദ്രമാം ഹൃദയമേ, ആർക്കു വേണ്ടി? എനിക്കായി തുടിച്ചിടുന്നു. മാത്രല്ല, എന്നെ ഓമനയായി കരുതുന്നു. ആ സ്നേഹത്തെ പറഞ്ഞേ: അനുകമ്പാർദ്രമാം ഹൃദയമേ, എപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതും. അടുത്ത ഒരു ഭാഗം കൂടി ഒന്ന് പാടുവാണ്: അമ്മ എന്നെ മറന്നാലും ലോകം എന്നെ വെറുത്താലോ എന്ന്. അങ്ങനെയും ചിലപ്പോൾ അനുഭവങ്ങൾ നമുക്ക് വരും കേട്ടോ. ലോകത്തിലുള്ള സകലരും നമ്മളെ വെറുക്കുന്നൊരു സമയം ചിലപ്പോൾ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകാം. ആരും എനിക്കില്ലല്ലോ. നിങ്ങൾ ആ പാപിനിയായ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുക. അവളെക്കുറിച്ച് നല്ലത് പറയാൻ ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരും പറയുന്നുണ്ട്, എന്നെക്കുറിച്ചൊരു നല്ലതുപോലും പറയാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് ഒരു സ്നേഹത്തോടെ ഒരു വാക്കു പറയാൻ ആളില്ലല്ലോ. സാരമില്ല, ദൈവം അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. ആ പാട്ടിന്റെ വരികൾ കൂടെ പാടുവാണ്: അമ്മ എന്നെ മറന്നാൽ ലോകം മുഴുവൻ അങ്ങ് വെറുത്താല്. ഒന്ന് പറഞ്ഞേ: എന്നെ മറന്ന ശബ്ദമുയർത്തി ലോകമെന്നെ വെറുത്ത. അല്പം കൂടി ശബ്ദമുയർത്തി: അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്ത. എന്റെ ദൈവം എന്നോട് എന്തു ചെയ്യും? ഗണങ്ങളെ കാത്തിടും, എനിക്കായി തിരഞ്ഞിടുന്നു. പറഞ്ഞ് എനിക്കായി, എന്നെ ഓമനയായി. അതുകൊണ്ട് ശബ്ദമുയർത്തി പറഞ്ഞേ: അതിരുകളില്ലാത്ത. രണ്ടു കരങ്ങളും ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെ, അടയാളങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെ, രോഗശാന്തികൾ സംഭവിച്ചു തുടങ്ങട്ടെ, മാനസാന്തരം സംഭവിച്ചു തുടങ്ങട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിച്ചു തുടങ്ങട്ടെ. ഒന്നെല്ലാവരും പ്രാർത്ഥിച്ചേ. ഒന്ന് ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, യേശുവേ.
പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണേ. പാപിയായിരുന്നിട്ടും ക്രൂശിന് ശത്രുവായിരുന്നിട്ടും നീ എന്നെ സ്നേഹിച്ചല്ലോ. ഒന്ന് പറഞ്ഞേ, പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു കാളിലും ശബ്ദമുയർത്തി നീ എന്നെ ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാതാ യേശുവേ. ഞങ്ങളെ ഈ വചനം കേൾപ്പിച്ചതിന് നന്ദി. ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും അവസരവും ആരോഗ്യവും ഒക്കെ തന്നതിന് നന്ദി. ഈ ജനത്തെ ഓർത്ത് നന്ദി, ഇവരുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയ്ക്ക് നന്ദി, ഈ സ്നേഹത്തിന്, ഈ കരുതലിന്, ഈ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവമേ ഞങ്ങൾ നന്ദി.